Gluconeogenesis. എന്താണ് gluconeogenesis? Formation of formation of new glucose molecules from non-carbohydrate resources. ഇതിനാണ് നമ്മൾ gluconeogenesis എന്ന് പറയുക. ഇനി എപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു ആവശ്യം വരുന്നതെന്നല്ലേ? സാധാരണ സ്റ്റാർവേഷന്റെ സമയത്ത്, പ്രൊലോങ്ഡ് എക്സസൈസിന്റെ ഒക്കെ സമയത്ത് ഗ്ലൂക്കോസിന്റെ ഡെഫിഷ്യൻസി വരും. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഒരുപാട് വൈറ്റൽ ഓർഗൻസ് ഉണ്ട്. ഇപ്പൊ ബ്രെയിൻ സെൽസ് ആയിക്കോട്ടെ, RBC ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റിസ്, റീനൽ മെഡുല, ഇതിനൊക്കെ ഗ്ലൂക്കോസ് ആവശ്യമാണ്. ആ സമയത്ത് നമ്മുടെ ബോഡി നോൺ കാർബോഹൈഡ്രേറ്റ് റിസോഴ്സിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറയുക. ഇത് മെയിനായിട്ട് എവിടേക്കാണെന്ന് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദിസ് ഗ്ലൂക്കോനിയോജെനിസിസ് ഹാപ്പൻസ് ഇൻ ദ ലിവർ ആൻഡ് സം പാർട്ട് ഇൻ ദ കിഡ്നി കോർട്ടക്സ്. കുറച്ച് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്നുണ്ട്. മസിൽസിൽ നടത്താൻ പറ്റില്ല, കാരണം അതിനൊരു മേജർ എൻസൈം ആബ്സെന്റ് ആണ്, അതുകൊണ്ട് മസിൽസിൽ നടക്കുന്നില്ല. ഇനി ഈ ഓർഗൻസിലെ ഏത് സെല്ലിന്റെ കമ്പാർട്ട്മെന്റ്സിലാണ്, ഏത് സെൽ കമ്പാർട്ട്മെന്റ്സിലാണ് നടക്കുന്നത്? സൈറ്റോസോളിലും മൈറ്റോകോൺട്രിയയിലും ആയിട്ടാണ് ഈ ഗ്ലൂക്കോനിയോജെനിസിസ് നടക്കുന്നത്. ഇനി എങ്ങനെ ഇത് നടക്കും നമുക്ക് നോക്കാം. ആ സ്റ്റെപ്സ് നോക്കാം. ആദ്യം നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. ബേസിക്കലി ഗ്ലൈക്കോളിസിസ് അറിയാതെ ഗ്ലൂക്കോനിയോജെനിസിസ് പഠിക്കരുത്. ആദ്യമേ ഗ്ലൈക്കോളിസിസ് പഠിക്കുക. ഓക്കെ, സോ ഗ്ലൈക്കോളിസിസ് നമുക്കറിയാം, ഗ്ലൂക്കോസ് വിൽ ബി കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ദെൻ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 1,6 ഫോസ്ഫേറ്റ്, പിന്നെ കുറെ സ്റ്റെപ്സിൽ കൂടി ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആവുന്നു, ആൻഡ് ഫൈനലി ഇറ്റ് ബിക്കംസ് പൈറുവേറ്റ്. ഒരു ഗ്ലൂക്കോസ് 2 പൈറുവേറ്റ് ആവുന്നു, ഇല്ലേ? 2 പൈറുവേറ്റ് ആവുന്നു. പൈറുവേറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു അസറ്റൈൽ കോയെ ദാറ്റ് എൻറ്റേഴ്സ് ടു ക്രെബ്സ് സൈക്കിൾ ഫോർ ദ എനർജി പ്രൊഡക്ഷൻ. ഇനി ഈ പൈറുവേറ്റിനെ തിരിച്ച് നമുക്ക് ഗ്ലൂക്കോസ് ആക്കണം. അതാണ് ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, പൈറുവേറ്റിനെ തിരിച്ച് നമ്മൾ എന്താക്കണം? ഗ്ലൂക്കോസ് ആക്കണം. എന്നാ പിന്നെ നേരിട്ട് അങ്ങ് ആക്കിയാൽ പോരെ? അല്ല, അങ്ങനെ നേരിട്ട് ആക്കാൻ പറ്റൂല. ഡയറക്റ്റ് ആയിട്ട് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കില്ല. കാരണം ഇൻ ഗ്ലൈക്കോളിസിസ് ദർ ആർ 3 ഇറിവേഴ്സിബിൾ സ്റ്റെപ്സ്. ഗ്ലൈക്കോളിസിസിൽ 3 ഇറിവേഴ്സിബിൾ സ്റ്റെപ്സ് ഉണ്ട്. അതിനെ നമുക്ക് ബൈപാസ് ചെയ്യണം. ഏതൊക്കെയാണ് ആ ഇറിവേഴ്സിബിൾ സ്റ്റെപ്പ്? അതിലുള്ള ഒന്നാമത്തെ റിവേഴ്സിബിൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്, ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ബൈ ഗ്ലൂക്കോകൈനേസ്, ഹെക്സോകൈനേസ് എന്ന് പറയാം. അത് ഒന്നാമത്തെ റിവേഴ്സിബിൾ സ്റ്റെപ്പ് ആണ്. രണ്ടാമത്തെ റിവേഴ്സിബിൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ടു ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് by phosphofructokinase or PFK, the major regulatory enzyme of glycolysis. And the last step, phosphoenol pyruvate to pyruvate, ഒരു ഹൈ എനർജി ചേഞ്ച് ആണ്, ഡൺ ബൈ പൈറുവേറ്റ് കൈനേസ്. അതും ഒരു ഇറിവേഴ്സിബിൾ സ്റ്റെപ്പ് ആണ്. അപ്പൊ നമുക്ക് ഈ 3 സ്റ്റെപ്പിനെയും ബൈപാസ് ചെയ്താൽ മാത്രമേ പൈറുവേറ്റിനെ വീണ്ടും ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ പറ്റൂ ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഗ്ലൂക്കോനിയോജെനിസിസ്. അപ്പൊ ഇതെങ്ങനെ നടക്കുന്നത് നോക്കാം. ബേസിക്കലി നമുക്ക് ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗൺ അല്ല, ഗ്ലൂക്കോസിന്റെ സിന്തസിസ് ആണ് വേണ്ടത്. ഇപ്പോൾ അല്ലെ, ഗ്ലൂക്കോനിയോജെനിസിസ്, ഗ്ലൂക്കോസ് ഉണ്ടാക്കുകയാണ് വേണ്ടത്, പുതുതായിട്ട് ഉണ്ടാക്കണം. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പൈറുവേറ്റ് സാധാരണ മൈറ്റോകോൺട്രിയയിൽ വന്നിട്ട് അസറ്റൈൽ കോയായി, അസറ്റൈൽ കോയ നേരെ എന്താവും? ക്രെബ്സ് സൈക്കിൾ കയറും. പക്ഷെ ഈ ഗ്ലൂക്കോനിയോജെനിസിസ് ആക്ടിവേറ്റ് ആകുമ്പോൾ പൈറുവേറ്റ് will undergo for a carboxylation process with the help of energy within the presence of pyruvate carboxylase enzyme and become oxaloacetate inside the mitochondria. അപ്പോൾ പൈറുവേറ്റ് നേരെ മൈറ്റോകോൺട്രിയക്ക് അകത്ത് വന്നിട്ട് എന്തായി മാറുകയാണ്? ഓക്സലോ അസറ്റേറ്റ് ആയിട്ട് മാറുകയാണ്. ഈ ഓക്സലോ അസറ്റേറ്റ് മാലേറ്റ് വഴി നേരെ പുറത്തു കൊണ്ടുവന്നിട്ട് മാലേറ്റിൽ നിന്ന് വീണ്ടും ഓക്സലോ അസറ്റേറ്റ് ആക്കി മാറ്റുകയാണ്. അത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. എനിഹൗ ഈ ഓക്സലോ അസറ്റേറ്റ് ഇനി സൈറ്റോപ്ലാസത്തിൽ വരുവാണ്. എവിടുന്ന്? മൈറ്റോകോൺട്രിയ. ഈ ഓക്സലോ അസറ്റേറ്റിനെ നമുക്ക് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആക്കി മാറ്റണം. എങ്ങനെ മാറ്റാം? അതിന് വേണ്ടിയിട്ട് നമുക്കൊരു GTP യൂസ് ചെയ്യേണ്ടി വരും. കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യേണ്ടി വരും വിത്ത് ഹെൽപ്പ് ഓഫ് ആൻ എൻസൈം ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് കാർബോക്സി കൈനേസ്. അപ്പൊ ആ എൻസൈം എന്ത് ചെയ്യുന്നു? ഓക്സലോ അസറ്റേറ്റിനെ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആവുന്നു. ഇനി ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് കുറെ റിവേഴ്സിബിൾ റിയാക്ഷൻ, ഗ്ലൈക്കോളിസിന്റെ റിവേഴ്സിബിൾ റിയാക്ഷൻസ് കൂടി പോകുന്നു. ആൻഡ് ഫൈനലി ഇറ്റ് ബിക്കം വാട്ട്? ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ്. ഇനി നമുക്ക് ഈ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കണം. ആ ഫസ്റ്റ് കാർബണിൽ നിന്ന് ആ ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്യണം. ആൻഡ് ദാറ്റ് എൻസൈം ഈസ് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റേസ്. അതാണ് ഇതിന്റെ ഒരു റെഗുലേറ്ററി എൻസൈം എന്ന് പറയുന്നത്. ഗ്ലൂക്കോനിയോജെനിസിന്റെ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റെഗുലേറ്ററി എൻസൈം എന്ന് പറയുന്നത് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റേസ് ആണ്, which removes the phosphate from the first carbon of fructose 1,6 bisphosphate and converting it into what? Fructose 6 phosphate. ഇനി ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിൽ നിന്ന് റിമൈനിങ് ആയിട്ടുള്ള ഫോസ്ഫേറ്റിനെ കൂടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് റിലീസ് ചെയ്യാൻ പറ്റും? ഗ്ലൂക്കോസ് റിലീസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് വാട്ട് എക്സാക്ട്ലി ഹാപ്പനിങ്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിൽ നിന്ന് ആ ഫോസ്ഫേറ്റ് റിമൂവ് ചെയ്യുന്നു, ഗ്ലൂക്കോസ് റിലീസ് ചെയ്യുന്നു, and this glucose can be released to the
blood where the organs can use it. ആൻഡ് ഈ റിമൂവൽ ചെയ്യുന്ന എൻസൈം ആണ് എന്ത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ് എന്ന് പറഞ്ഞ എൻസൈം. അതാണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ചെയ്യുന്ന ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്ത് ഗ്ലൂക്കോസ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഈസിയസ്റ്റ് വേ. ഏറ്റവും ആദ്യം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് കുറച്ചും കൂടി കോംപ്ലക്സ് വേർഷനിലോട്ട് പോവാം. അപ്പൊ ഇത്രയും ഓക്കെ ആണ്. ശരി, ഇനി ഞാൻ പറഞ്ഞു നേരത്തെ കുറെ നോൺ കാർബോഹൈഡ്രേറ്റ് റിസോഴ്സസ് ആണ്. ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ് റിസോഴ്സസ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് ഈ നോൺ കാർബോഹൈഡ്രേറ്റ് റിസോഴ്സസ്? ഓൾറെഡി പൈറുവേറ്റ് നമുക്കൊരു നോൺ കാർബോഹൈഡ്രേറ്റ് റിസോഴ്സ് ആണ് അല്ലെ. ഡയറക്റ്റ് ഗ്ലൂക്കോസ് അല്ല, ഗ്ലൂക്കോസ് മെറ്റബോളിസം നടന്നുണ്ടാവുന്നതാണ്. ലാക്ടേറ്റ് മസിലില് അനാറോബിക് മെറ്റബോളിസം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ലാക്ടേറ്റ്. ദെൻ ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ്സ് കുറെ ഉണ്ട്, അതിൽ അലാനിൻ ആണ് ദ മേജർ കോൺട്രിബ്യൂട്ടർ. ആൻഡ് TCA സൈക്കിൾ ഇന്റർമീഡിയറ്റ്സ്, ക്രബ് സൈക്കിളിലെ ഇന്റർമീഡിയറ്റ്സ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്ലിസറോൾ വിച്ച് ഫോംസ് ഡ്യൂറിങ് ദിസ് ഫാറ്റ് മെറ്റബോളിസം. ആൻഡ് പ്രൊപ്പനൈൽ കോയെ which is a 3-carbon fatty acid formed by the oxidation of odd number fatty acids. അപ്പോൾ അതിലുണ്ടാവുന്ന പ്രൊപ്പിയോണൽ കോയ ഉണ്ട്. ഇറ്റ്സ് എ ഫാറ്റി ആസിഡ്, 3-carbon fatty acid. അപ്പോൾ ഇതിനെല്ലാം എൻട്രി ചെയ്യാൻ പറ്റും നമ്മുടെ ഗ്ലൂക്കോനിയോജെനിസിസിൽ ആൻഡ് ക്യാൻ ബിക്കം ഗ്ലൂക്കോസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നതും ലാക്ടേറ്റിന്റെ എൻട്രി ആൻഡ് ദിസ് അമിനോ ആസിഡ്, സ്പെഷ്യലി അലാനിന്റെ എൻട്രി, ഗ്ലിസറോളിന്റെ എൻട്രി ആൻഡ് പ്രൊപ്പിയോണൽ കോയയുടെ എൻട്രി. ഈ 4 എൻട്രി എവിടെയാണ് നടക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. സി, ഫസ്റ്റ് നമുക്ക് ഗ്ലിസറോൾ നോക്കാം. ഗ്ലിസറോൾ എവിടെയാണ് എൻ്റർ ചെയ്യുന്നത് നോക്കാം. ഗ്ലിസറോള് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആക്കിയിട്ട് അത് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആക്കിയിട്ടാണ് ഈ ഒരു ചെയിനിൽ എൻ്റർ ചെയ്യുക. ഗ്ലൈക്കോളിസിസ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. സോ പ്ലീസ് റെഫർ ഗ്ലൈക്കോളിസിസ് ബിഫോർ ദിസ് ടോപ്പിക്. സോ ഗ്ലിസറോൾ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആയി മാറിയിട്ട് നേരെ ഈ പാത്വേയിൽ എൻ്റർ ചെയ്യുകയാണ്. ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം ട്രീറ്റ് ചെയ്യുന്നു ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു പൈറുവേറ്റ്. അപ്പൊ ലാക്ടേറ്റ് പൈറുവേറ്റ് ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത്, പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എൻ്റർ ചെയ്യും. അലനിൻ enter as pyruvate to this cycle because alanine can be converted into pyruvate by alanine transaminase എന്ന് പറഞ്ഞൊരു എൻസൈം അതിനെ പൈറുവേറ്റ് ആക്കുന്നു. ഇനി പ്രൊപ്പനൈൽ കോയെ, the 3-carbon fatty acid, അത് ക്രബ് സൈക്കിൾ ആണ് എൻ്റർ ചെയ്യുന്നത് in the form of succinyl CoA, and then finally it is going to become malate, and malate will be finally converted into oxaloacetate, and oxaloacetate will be converted to phosphoenol pyruvate. അപ്പം ഈ 4 മോളിക്യൂൾസും ഈ 4 സ്റ്റേജസിലാണ് നമ്മുടെ ഈ ഗ്ലൂക്കോനിയോജെനിസിസിൽ എൻ്റർ ചെയ്യുന്നത് ആൻഡ് ലേറ്റർ കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ്. ഈ ഡയഗ്രത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പൈറുവേറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ഓക്സലോ അസറ്റേറ്റ് by pyruvate carboxylase. Then oxaloacetate goes outside where the oxaloacetate will be converted to phosphoenol pyruvate എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തില്ല to avoid the complication. So basically pyruvate മൈറ്റോകോൺഡ്രിയയ്ക്ക് അകത്ത് വെച്ചിട്ട് ഓക്സലോ അസറ്റേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ബട്ട് ഈ ഓക്സലോ അസറ്റേറ്റിനെ നേരിട്ട് സൈറ്റോസോളിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓക്സലോ അസറ്റേറ്റിനെ മാലേറ്റ് ആക്കി മാറ്റുന്നുണ്ട് ബൈ മാലേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം. Then this malate can be shifted across the mitochondrial membrane. മാലേറ്റിനെ നമ്മൾ സൈറ്റോപ്ലാസ്റ്റിലേക്ക് കൊണ്ടുപോകും. സൈറ്റോപ്ലാസ്റ്റിൽ വെച്ചിട്ട് മാലേറ്റിനെ എഗെയിൻ ഓക്സലോ അസറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ബൈ മാലേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം. അത് കഴിഞ്ഞിട്ടാണ് ഈ ഓക്സലോ അസറ്റേറ്റിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് കാർബോക്സി കൈനേസ് എൻസൈം. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ട്, കൺവേർഷൻ ഓഫ് ഓക്സലോ അസറ്റേറ്റ് ടു മാലേറ്റ് ആൻഡ് ലേറ്റർ ഷിഫ്റ്റിംഗ് മാലേറ്റ് from mitochondria to cytosol and then again converting this malate back to oxaloacetate. അത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫസ്റ്റ് എക്സ്പ്ലനേഷനിൽ പറഞ്ഞില്ല to avoid the complications. But this is how all these non-carbohydrate resources enter into the gluconeogenesis. ഇനി നമുക്ക് എനർജറ്റിക്സ് ഒന്ന് നോക്കാം. എനർജറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 6 ATPക്ക് ഇക്വലന്റ് ആയിട്ടുള്ള എനർജി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ഇത് ഗ്ലൈക്കോളിസിസ് പോലെയല്ല, ഗ്ലൈക്കോളിസിൽ നമുക്ക് എനർജി ഈൽഡ് ചെയ്യാണ്, പക്ഷെ ഇതിൽ നമുക്ക് എനർജി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്.
എവിടൊക്കെയാണ് നമ്മൾ എനർജി സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സി ഇവിടെ ഫസ്റ്റ് കൺവേർഷൻ പൈറുവേറ്റിനെ ഓക്സലോ അസറ്റേറ്റ് ആക്കുമ്പോൾ നമുക്ക് 2 ATP യൂസ് ചെയ്യുന്നത്. ഈ 2 ATP എന്ന് പറയുന്നത് നിങ്ങൾ കൂട്ടേണ്ടത് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാക്കണമെങ്കിൽ 2 പൈറുവേറ്റ് വേണം അല്ലേ. ഒരു ഗ്ലൂക്കോസ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2 പൈറുവേറ്റ് ഉണ്ടാവുന്നുണ്ട്. ഗ്ലൈക്കോളിസിസിൽ ഒരു ഗ്ലൂക്കോസ് സ്പ്ലിറ്റ് ചെയ്ത് ഗ്ലൈക്കോളിസിസ് കഴിയുമ്പോൾ നമുക്ക് 2 പൈറുവേറ്റ് ഉണ്ടാവുന്നുണ്ട്. തിരിച്ച് നമുക്ക് ഒരു ഗ്ലൂക്കോസ് ഉണ്ടാക്കണമെങ്കിലും 2 പൈറുവേറ്റിനെ യൂസ് ചെയ്യണം. സോ 2 പൈറുവേറ്റിന്റെ ആക്ഷനാണ് നമ്മളിവിടെ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ 2 പൈറുവേറ്റിനെ 2 ഓക്സലോ അസറ്റേറ്റ് ആക്കി മാറ്റണമെങ്കിൽ 2 ATP യൂസ് ചെയ്യണം. ഈ 2 ഓക്സലോ അസറ്റേറ്റിനെ 2 ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആക്കണമെങ്കിൽ 2 GTP യൂസ് ചെയ്യണം. അതേപോലെ ഈ മേളിലേക്ക് വരുമ്പോൾ ഈ 3 ഫോസ്ഫോ ഗ്ലിസറേറ്റിനെ 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആക്കണം. 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് എന്ന് പറയുമ്പോൾ തേർഡ് കാർബണിൽ മാത്രമേ ഫോസ്ഫേറ്റ് ഉള്ളൂ. 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും ഫോസ്ഫേറ്റ് ഉണ്ട്. ATP ആഡ് ചെയ്യണം. അവിടെ നമ്മൾ 2 ATP 2 ഫോസ്ഫോ ഗ്ലിസറേറ്റിനെ 2 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആക്കാൻ 2 ATP യൂസ് ചെയ്യണം. സോ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 2 + 2 + 2 ഇവിടെ GTP ആണ്. ബട്ട് ടോട്ടൽ ATP ഇക്വലൻസ് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 6 ATPs ഇക്വലന്റ് എനർജി യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 4 ATP ആൻഡ് 2 GTP യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ദിസ് പർട്ടിക്കുലർ പ്രോസസ് ഓഫ് ഗ്ലൂക്കോനിയോജെനിസിസ്. അപ്പോൾ അതാണ് എൻ്റെ എനർജറ്റിക്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോനിയോജെനിസിന്റെ. ഇനി ഇതിന്റെ ഒരു ഡിസീസ് നമുക്ക് പഠിക്കാനുള്ളത് ഇറ്റ്സ് ആൻ ഓട്ടോസോമൽ റെസസീവ് മെറ്റബോളിക് ജനറ്റിക് ഡിസോർഡർ വിച്ച് ഈസ് ആക്ച്വലി ദ deficiency of pyruvate decarboxylate enzyme. Pyruvate decarboxylase enzyme എന്താ pyruvate carboxylase enzyme എന്താ ചെയ്യുന്നത്? Pyruvate carboxylase enzyme will convert pyruvate into oxaloacetate. Okay, pyruvate carboxylate enzyme will convert pyruvate into oxaloacetate. ഈ oxaloacetate ആണ് പിന്നെ എന്തായിട്ട് മാറ്റുന്നത്? ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആയിട്ട് മാറ്റുന്നത്. That will continue in gluconeogenesis. അപ്പോൾ ഈ പൈറുവേറ്റ് കാർബോക്സിലേസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓഫ് കോഴ്സ് പൈറുവേറ്റിനെ നമുക്ക് മെറ്റബോളൈസ് ചെയ്യാൻ പറ്റുന്നില്ല. That leads to the buildup of toxic metabolites in our body and that can lead to neurological dysfunction. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ലാക്ടിക് ആസിഡോസിസ്, ലാക്ടിക് ഡിപ്പോസിഷൻ കൂടും ബോഡിയിൽ. ബിക്കോസ് ലാക്ടിക് ആസിഡ് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ലാക്ടിക് ആസിഡോസിസ് ഉണ്ടാവും, ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവും, ഗ്ലൂക്കോസ് ലെവൽസ് കുറയാം, ഡെവലപ്മെന്റൽ ഡിലേ ഉണ്ടാവും, സീഷേഴ്സ് ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാവും ബിക്കോസ് ഓഫ് ദ ഡെഫിഷ്യൻസി ഓഫ് ദിസ് പൈറുവേറ്റ് കാർബോക്സിലേസ് എൻസൈം. സോ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ഗ്ലൂക്കോനിയോജെനിസിസിൽ പഠിക്കാനുള്ളത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.